ഹായ് നമസ്കാരം ഏവർക്കും PSC ക്ലൈംബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LGS തേർഡ് ഫേസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഹിസ്റ്ററി ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ആണ്. അപ്പോൾ ഇങ്ങനെ LGSൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിക്കുന്നത് നിങ്ങളുടെ 10th പ്രിലിംസ് ഇനിയിപ്പോൾ 10th പ്രിലിംസ് എക്സാം ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ 10th പ്രിലിംസിൽ ഇതേപോലെ തന്നെ ഇതേ ഫീൽഡിൽ നിന്ന് ഇതേ ടോപ്പിക്കിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിനും സയൻസിലാണെങ്കിലും ഹിസ്റ്ററിയിലാണെങ്കിലും ഒക്കെ അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കൂടുതൽ കാണുക കേട്ടോ. അതായത് നിങ്ങൾ ഒരു സൈഡിലൂടെ നിങ്ങളുടെ സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് പോവുക, പ്ലസ് അതിൻ്റെ കൂടെ കുറച്ച് സമയം ഇതേപോലെ ഈ ഒരു PYQന്റെ ഡിസ്കഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ SCERTയിൽ പറയുന്നുണ്ട് അല്ലെ. ഓരോ ഭൂനികുതി വ്യവസ്ഥയും അത് എവിടെയാണ് നടന്നത് എന്നുള്ളത് നമ്മുടെ SCERTയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. അതായത് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഓക്കെ, അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയത് എവിടെയാണ്? ബംഗാളിലാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ പറ്റി പറയുവാണേ. 1793 കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥാ നിയമം വഴി ഈ ഒരു വ്യവസ്ഥ അവതരിപ്പിച്ചത്. അപ്പോ ആരാണ്? കോൺവാലിസ് പ്രഭുവാണ് ഇത് അവതരിപ്പിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്. 1793 കോൺവാലിസ് പ്രഭുവാണ് ഇത് അവതരിപ്പിച്ചത് എന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ബംഗാള്, ബീഹാർ, ഒറീസ, വാരണാസി എന്നീ പ്രവിശ്യകളിലാണ് ഇത് അവതരിപ്പിച്ചത്. അപ്പൊ എവിടെയൊക്കെയാണ്? ബംഗാൾ ഉണ്ട്, ബീഹാർ ഉണ്ട്, ഒറീസയുണ്ട്, വാരണാസി ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രവിശ്യകളിലാണ് ഈ പറഞ്ഞ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അവതരിപ്പിച്ചത്. കൃഷിക്കാരിൽ നിന്ന് പാട്ടം വാങ്ങാനുള്ള അവകാശം ജമീന്ദാർമാർക്ക് നൽകിയ ഭൂനികുതി വ്യവസ്ഥ കൂടിയാണിത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചേക്കുക. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 കോൺവാലിസ് പ്രഭുവാണ് എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥാ നിയമം വഴി ഇത് അവതരിപ്പിച്ചത്. ദെൻ ബംഗാള്, ബീഹാർ, ഒറീസ, വാരണാസി ഈ പ്രവിശ്യകളിലാണ് ഇത് അവതരിപ്പിച്ചത്. ഈ ഒരു ഭൂനികുതി വ്യവസ്ഥയോടുകൂടി കൃഷിക്കാരിൽ നിന്ന് പാട്ടം വാങ്ങാനുള്ള അവകാശം ജമീന്ദാർമാർക്ക് നൽകി. ഇനി അടുത്തതാണ് റയത്ത് വാരി സമ്പ്രദായം അല്ലെങ്കിൽ ഇതിനെ റയറ്റ് വാരി എന്നുള്ള രീതിയിലും കാണാറുണ്ട് കേട്ടോ. റയറ്റ് വാരി സമ്പ്രദായം. അപ്പൊ അത് നോക്കാം. 1820 തോമസ് മൺറോയാണ് ഇത് അവതരിപ്പിച്ചത്. സോ റൈറ്റ് വാരി സമ്പ്രദായം അവതരിപ്പിച്ചത് ആരാണ്? തോമസ് മൺറോയാണ്. എന്നാണ്? 1820. ദക്ഷിണേന്ത്യയിലെ പ്രാഥമിക ഭൂനികുതി വ്യവസ്ഥയായിരുന്നു. അപ്പൊ എവിടെയാണ്? ദക്ഷിണേന്ത്യയിലെ ഭൂനികുതി വ്യവസ്ഥയായിരുന്നു ഇത്. അതായത് മദ്രാസ്, ബോംബെ, അസമിന്റെ ചില ഭാഗങ്ങൾ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൂർഗ് പ്രവിശ്യകൾ. അപ്പൊ എവിടെയൊക്കെയായിരുന്നു റൈറ്റ് വാരി സിസ്റ്റം ഉണ്ടായിരുന്നത്? മദ്രാസിലുണ്ട്, ബോംബെയിലുണ്ട്, അസമിന്റെ ചില ഭാഗങ്ങളിലുണ്ട്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൂർഗ് പ്രവിശ്യകളുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണെങ്കിലോ ബംഗാളില്, ബീഹാറില്, ഒറീസയില്, വാരണാസിയില്. മാറിപ്പോവരുതേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു റൈറ്റ് വാരി സിസ്റ്റത്തിന്റെ പ്രത്യേകത? ഉടമസ്ഥാവകാശം കർഷകർക്ക് കൈമാറി. അടുത്തതോ, ബ്രിട്ടീഷ് സർക്കാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചെടുത്തു. അപ്പോൾ ഉടമസ്ഥാവകാശം കർഷകർക്ക് കൈമാറി, ബ്രിട്ടീഷ് സർക്കാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചെടുത്തു. ഇതൊക്കെയാണ് റൈറ്റ് വാരി സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഇനി അടുത്ത ഒന്നാണ് മഹൽവാരി സമ്പ്രദായം. ഇന്ത്യൻ പ്രദേശത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ വ്യവസ്ഥകൾക്കായി സ്ഥാപിക്കപ്പെട്ട പ്രാഥമിക ഭൂമി റവന്യൂ സംവിധാനങ്ങളിൽ ഒന്നായി മഹൽവാരി സമ്പ്രദായം. അപ്പൊ എവിടെയാണ് എന്നുള്ളതാണ് അവിടെ ഓർത്തു വെക്കേണ്ടത്. എന്താണ്? വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് ഈ പറഞ്ഞ മഹൽവാരി സിസ്റ്റം നിലനിന്നിരുന്നത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. പ്രാരംഭഘട്ടത്തില്
ഹോൾട്ട് മക്കൻസി മഹൽവാരി സമ്പ്രദായം അവതരിപ്പിച്ചു. പിന്നീട് വില്യം ബെന്റിക് 1833 ഈ പ്രത്യേക ഭൂമി റവന്യൂ സമ്പ്രദായം പരിഷ്കരിച്ചു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ഒരു സിസ്റ്റം അവതരിപ്പിച്ചത് ഹോൾട്ട് മക്കൻസി ആയിരുന്നു. ദെൻ എന്താണ് 1833 കൂടിയാണ് വില്യം ബെന്റിക് പ്രഭു ഇതിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ഭൂമി റവന്യൂ സമ്പ്രദായം പരിഷ്കരിച്ചത്. ഓക്കെ, ഇനി മഹൽവാരി സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ കൂടി ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, നികുതി പിരിവ് നടത്തുന്നവർ ഓരോ ഗ്രാമത്തിലും പോയി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി തുക നിശ്ചയിക്കും. രണ്ടാമത്തത്, നികുതി പിരിവുകാർ നടത്തിയ ഭൂമിയുടെ അളവിനെ അടിസ്ഥാനമാക്കി നികുതി തുകയുടെ മൊത്തം എസ്റ്റിമേഷനുമായി ചേർത്താണ് വരുമാനത്തിന്റെ എസ്റ്റിമേറ്റ് കണക്കാക്കിയത്. മൂന്നാമത്തത്, ഭൂമിയുടെ വ്യത്യസ്ത അളവുകളിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ ഈ പ്രത്യേക സംവിധാനത്തിൽ വരുമാനം ഒരു നിശ്ചിതമായിരുന്നില്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് പറയാം. മഹൽവാരി സമ്പ്രദായത്തിന്റെ സവിശേഷതകളാണ്. ഒന്ന്, ഓരോ ഗ്രാമത്തിലും പോയി ഈ പറഞ്ഞ നികുതി പിരിക്കുന്ന ആൾക്കാർ ഓരോ ഗ്രാമത്തിലും ചെന്ന് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയായിരുന്നു എത്രയാണ് നികുതിയായിട്ട് അടയ്ക്കേണ്ട തുക എന്ന് നിശ്ചയിച്ചത്. രണ്ടാമത്തത്, നികുതി പിരിവുകാർ നടത്തിയ ഭൂമിയുടെ അളവിനെ അടിസ്ഥാനമാക്കി നികുതി തുകയുടെ മൊത്തം എസ്റ്റിമേഷനുമായി ചേർത്താണ് വരുമാനത്തിന്റെ എസ്റ്റിമേറ്റ് കണക്കാക്കുന്നത്. അതായത് നികുതി തുകയുടെ മൊത്തം എസ്റ്റിമേഷൻ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു എസ്റ്റിമേഷനുമായിട്ട് ചേർത്തിട്ടാണ് എന്തുമാത്രം ഇൻകം ആണ് എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അടുത്തത്, ഭൂമിയുടെ വ്യത്യസ്ത അളവുകളിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ ഭൂമിയുടെ വ്യത്യസ്ത അളവുകളിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ ഈ പ്രത്യേക സംവിധാനത്തിന്റെ വരുമാനം ഒരു നിശ്ചിതമായിരുന്നില്ല. അതായത് ഒരു സ്പെസിഫിക് എമൗണ്ട് ആയിട്ട് എപ്പോഴും കൊടുക്കേണ്ടി അല്ലെങ്കിൽ ആ ഒരു വരുമാനം ആ ഒരു ഇൻകം സ്പെസിഫിക് ആയിട്ട് എപ്പോഴും കിട്ടിയിരുന്നില്ല. കാരണം എന്താണ്, പല ഭൂമിയിൽ തന്നെ പല ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതാണ് പ്രത്യേകതകൾ എന്ന് പറയുന്നത്. സോ സവിശേഷതകളൊന്നും പഠിച്ചില്ലെങ്കിലും ഓരോ സിസ്റ്റവും എവിടെയായിരുന്നു, ഏതൊക്കെ പ്രവിശ്യകളിലായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ കണ്ടോ, റൈറ്റ് വാരി സിസ്റ്റവും അതേപോലെ തന്നെ മഹൽവാരി സിസ്റ്റവും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അടുത്ത ഒരു പരീക്ഷയ്ക്ക് ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു സാധ്യത കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ്? ഇതിപ്പോ നമ്മൾ ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് അല്ലെ. ആരാണ്? ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ ദാദാഭായ് നവറോജിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ചതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പറഞ്ഞു പോവാണേ. എ.ഒ. ഹ്യൂമിന്റെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്ത ഭാരതീയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ദാദാഭായ് നവറോജി. അപ്പോൾ INC ഫോം ചെയ്യാൻ മുൻകൈയെടുത്ത ഒരു വ്യക്തിയും കൂടിയാണ് ആര്? ദാദാഭായ് നവറോജി. ഈ ഒരു പോയിന്റ് ഞാൻ എടുത്തു പറയാൻ കാരണം, ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടക്കുന്ന പരീക്ഷകളിൽ ഈ വ്യക്തിയെ തിരിച്ചറിയൂ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഇപ്പം ഏതെങ്കിലും ഒരു പ്രസ്ഥാനം രൂപീകരിച്ചെന്നോ അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം രൂപീകരിക്കാൻ നേതൃത്വം നൽകിയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി ആയിരുന്നു. ഇനി ഏറ്റവും പ്രായം കൂടിയ കോൺഗ്രസ് പ്രസിഡന്റും അദ്ദേഹമായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു INCയുടെ ഫോർമേഷന് മുൻകൈ എടുത്ത ഒരു വ്യക്തിയാണ് ദാദാഭായ് നവറോജി. കോൺഗ്രസിന് ഈ ഒരു പേര്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. പിന്നെ INCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. രണ്ടാമത്തെ പ്രസിഡന്റ് ആയപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പ്രായം കൂടിയ കോൺഗ്രസ് പ്രസിഡന്റും കൂടിയായിരുന്നു അദ്ദേഹം. ഇനി അവിടെ മറ്റൊരു കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇദ്ദേഹം INCയുടെ പ്രസിഡന്റ് എത്ര തവണ ആയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 3 തവണ ആയിട്ടുണ്ട്. 1886 ഇദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. ദെൻ 1893 അതേപോലെ 1906. അങ്ങനെ 3 തവണ INC പ്രസിഡന്റ് ആയ ഒരു വ്യക്തി കൂടിയാണ് ദാദാഭായ് നവറോജി. 1886 കൽക്കട്ട സെഷനിലെ പ്രസിഡന്റ് ആയിരുന്നു. 1893 ലാഹോർ സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. ദെൻ 1906 കൽക്കട്ട സെഷന്റെ
പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യയുടെ വയോധികൻ എന്ന് അറിയപ്പെടുന്നു. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇന്ത്യയുടെ വയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ള രീതിയിൽ 10th പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഓർത്തേക്കുക, ഇദ്ദേഹം എന്താണ്, പാർസി വംശജനായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. 1892 മുതൽ 1895 വരെ ബ്രിട്ടീഷ് പാർലമെന്റിൽ MP ആയിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ച ആദ്യത്തെ ഏഷ്യക്കാരനായിരുന്നു. അപ്പൊ അങ്ങനെ ചോദിക്കാം, ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ച ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ഇദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റിലെ MP ആയിരുന്നു. ഏത് കാലഘട്ടമാണ്? 1892 മുതൽ 1895 വരെ, ഏകദേശം 3 വർഷ കാലയളവോളം. ഓക്കെ, ഇനി അടുത്തതും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതുകയുണ്ടായി. അപ്പൊ അതാരാണ് എഴുതിയത്? ദാദാഭായ് നവറോജിയാണ്. ഏറ്റവും കൂടുതൽ ഈ ചോർച്ചാ സിദ്ധാന്തവും പിന്നെ ഈ പറഞ്ഞ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളതിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു, അതേപോലെ അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിച്ചു. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര്? ഇതും PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ, ഇനി ഡൽഹൌസി പ്രഭുവായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ ഓർത്തോണേ. 1854 പോസ്റ്റ് ഓഫീസ് നിയമം വരുന്ന സമയത്തും ആരായിരുന്നു ഗവർണർ ജനറൽ? ഡൽഹൌസി പ്രഭുവായിരുന്നു. അതേപോലെ വിധവ പുനർവിവാഹ നിയമ സമയത്തും, വിധവ പുനർവിവാഹ നിയമം വന്ന സമയത്തും ഗവർണർ ജനറൽ ആര് തന്നെയായിരുന്നു? ഡൽഹൌസി തന്നെയായിരുന്നു. ഓക്കെ, അടുത്തതാണ് കാനിങ് പ്രഭു. ഞാൻ ഈ ഓപ്ഷനിലുള്ളതിനെ പറ്റിയും കൂടി ഒന്ന് പറയുവാണേ. കാനിങ് പ്രഭു 1857 1857 ഗവർണർ ജനറൽ ആയത്. അപ്പോൾ 1857 വിപ്ലവ സമയത്തൊക്കെ ആരാണ്? ഇദ്ദേഹമാണ് ഗവർണർ ജനറൽ. പിന്നെ കൽക്കട്ട, മദ്രാസ്, ബോംബെ എന്നിവിടങ്ങളിൽ 3 സർവകലാശാലകൾ സ്ഥാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. അപ്പൊ എവിടെയൊക്കെയാണ് സർവകലാശാലകൾ സ്ഥാപിച്ചത്? കൽക്കട്ട, മദ്രാസ്, അതേപോലെ ബോംബെ. പിന്നെ 1857 ശേഷം കലാപത്തിന് ശേഷമാണ് ഗവർണർ ജനറൽ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഗവർണർ ജനറൽ എന്നുള്ള രീതിയിലാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചത്. 1857 കലാപത്തിന് ശേഷം ഈ ഗവർണർ ജനറൽ എന്നുള്ളത് എന്തായി മാറി? വൈസ്രോയി എന്നാക്കി മാറ്റി, അല്ലെ? വൈസ്രോയി എന്നാക്കി മാറ്റി. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് ചോദിക്കാം. അതായത് കാനിങ് പ്രഭുവിനെ സംബന്ധിച്ചാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭുവാണ്. അപ്പോ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. കാനിങ് പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി. എന്നാൽ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് ചോദിച്ചാൽ ആരാണ്? അത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അതേപോലെ തന്നെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് വില്യം ബെന്റിക് പ്രഭുവാണ്. വില്യം ബെന്റിക് പ്രഭുവാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ആദ്യ വൈസ്രോയി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി എന്ന് ചോദിച്ചാൽ കാനിങ് പ്രഭുവാണ്. ഈ ഒരു വൈസ്രോയി എന്നാക്കി മാറ്റുന്ന 1857 അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ വാറൻ ഹേസ്റ്റിങ്സിനെ പറ്റി നമ്മൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരുന്നു. അതിനുശേഷം 1833 ചാർട്ടർ ആക്ടോട് കൂടി ബ്രിട്ടീഷ് ഇന്ത്യ ആക്കി മാറ്റി, അല്ലെ? അപ്പോൾ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭുവാണ്. ഓക്കെ, അപ്പൊ അത്രയൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്?
അപ്പോൾ ഇത് 1857 കലാപം നയിച്ചവരെ പറ്റിയുള്ള പ്രസ്താവനയാണ്. ഇവിടെ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ അല്ലെ. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മൾ LGS സെക്കൻഡ് ഫേസിലും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇത് കണ്ടിരുന്നു. അപ്പോൾ ഇതിന്റെ റിലേറ്റഡ് ഫാക്ടും കൂടെ പഠിച്ചേക്കാം. സോ നോക്കിക്കൊള്ളുക, ഝാൻസിയിലും ഗ്വാളിയോറിലും ആരായിരുന്നു? റാണി ലക്ഷ്മി ഭായി ആണ്. ഇത് നമ്മൾ സെക്കൻഡ് ഫേസിലെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്തും ഈ ഒരു വിപ്ലവത്തിന്റെ നേതാക്കളെ പറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ആ ഒരു ക്ലാസ് കണ്ടവർക്കും ഇത് ഒന്ന് റിവിഷൻ പോലെ ആവുമല്ലോ. ഓക്കെ, അപ്പൊ ഝാൻസിയിലും ഗ്വാളിയോറിലും റാണി ലക്ഷ്മി ഭായി ആണ്. ലക്നൗ, ആഗ്ര, അയോധ്യ, ഔദ് ഇവിടെയെല്ലാം ബീഗം ഹസ്രത്ത് മഹലാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ലക്നൗ ആയിരുന്നു ഇപ്പൊ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ ലക്നൌല്, ആഗ്ര, അയോധ്യ, ഔദ് ഇവിടെയെല്ലാം ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. റാണി ലക്ഷ്മി ഭായി ഝാൻസിയിലും ഗ്വാളിയോറിലുമാണ്. അടുത്തത് ബീഹാറിലും ജഗദീഷ്പൂരിലും കൻവർ സിംഗ് ആണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബീഹാറിലും അതേപോലെ ജഗദീഷ്പൂരിലും ആരാണ്? കൻവർ സിംഗ് ആണ്. ഇനി ഡൽഹിയിലാണെങ്കിൽ ജനറൽ ഭക്ത്ഖാനും ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത്ഖാനുമാണ് ഡൽഹിയിലെ കലാപം നയിച്ചത്. ഇനി കാൺപൂരിലാണെങ്കിലോ? കാൺപൂരിലാണെങ്കിൽ നാനാ സാഹിബാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കാൺപൂരില് നാനാ സാഹിബാണ്. ആസാമിലാണെങ്കിൽ ദിവാൻ മണിറാം ദത്തയാണ്. ആസാമിൽ ആരാണ്? ദിവാൻ മണിറാം ദത്തയാണ്. ഇനി മീററ്റിലാണെങ്കിൽ ഖദം സിംഗ് ആണ്. മീററ്റില് കലാപം നയിച്ചത്. അലഹാബാദിലാണെങ്കിൽ ലിയാഖത്ത് അലിയാണ്. മീററ്റില് ഖദം സിംഗ് ആണ്. അലഹാബാദില് ലിയാഖത്ത് അലിയാണ്. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ളയാണ്. ഈ അലഹാബാദും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഫൈസാബാദും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെച്ചോളുക. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. ബറേലിയില് ഖാൻ ബഹദൂർ ഖാനാണ്. ബറേലിയില് ഖാൻ ബഹദൂർ ഖാനാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കുറെ തവണ പല പല പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പൊ ഇത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന് ഈ ക്വസ്റ്റ്യൻ വേണേൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ. പക്ഷെ ഞാനിവിടെ ഹിസ്റ്ററിയിൽ ആഡ് ചെയ്യാൻ കാരണം INC സമ്മേളനത്തിനെ പറ്റി ഹിസ്റ്ററിയിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും കൂടെ ഇത് ആഡ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ. ലാഹോർ സമ്മേളനത്തിലാണ്. ഈ ലാഹോർ സമ്മേളനം നടന്നത് 1929 ആണ്. അതേപോലെ പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസ്സാക്കിയത് ലാഹോർ സമ്മേളനത്തിലാണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഏത് സമ്മേളനത്തിലാണ് എന്നുള്ള രീതി. അതേപോലെ തന്നെ 1930 ജാനുവരി 26 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഈ പറഞ്ഞ ലാഹോർ സമ്മേളനത്തിലാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. അതേപോലെ മറ്റൊരു കാര്യം കൂടെ ഓർത്തു വെച്ചേക്കുക, ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏത് കമ്മീഷനാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലെ. വില്യം ലോഗൺ കമ്മീഷനാണ്. വില്യം ലോഗൺ കമ്മീഷനാണ്. അപ്പോൾ ബാക്കിയുള്ള കമ്മീഷനുകളെ പറ്റി ഒന്ന് ഓർത്തിരിക്കുക. ഹണ്ടർ കമ്മീഷൻ ഉണ്ടല്ലോ. ഹണ്ടർ കമ്മീഷൻ 1882 വരുന്നത്. സർ വില്യം ഹണ്ടർ ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. ലോർഡ് റിപ്പൺ ആണ് ഇത് അപ്പോയിന്റ് ചെയ്തത്. എന്തൊക്കെയാ പറഞ്ഞത്? 1882 ഹണ്ടർ കമ്മീഷൻ വന്നത്. വില്യം ഹണ്ടർ ആയിരുന്നു ഇതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ. അപ്പോയിന്റ് ചെയ്തത് ലോർഡ് റിപ്പൺ ആണ്. ഇത് പ്രാഥമിക വിദ്യാഭ്യാസം, അതേപോലെ മിഷണറി സ്ഥാപനങ്ങളുടെ സ്ഥിതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കാൻ വേണ്ടി, അത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു കമ്മീഷനാണ്. സോ റിലേറ്റഡ് ടു എന്താണ്? പ്രൈമറി എഡ്യൂക്കേഷൻ, അപ്പൊ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
അടുത്തത് സൈമൺ കമ്മീഷൻ. നമുക്കറിയാലോ, നമ്മൾ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതല്ല അല്ലെ, 7 മെമ്പേഴ്സ് അടങ്ങിയ സൈമൺ കമ്മീഷൻ. ഇന്ത്യക്കാരൊന്നും അതിലില്ലാത്തത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് രാജ്യത്തിന്റെ സാമൂഹ്യ ഘടനയെ തകർക്കാൻ വർഗീയ വികാരങ്ങൾ വിശാലമാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടൊക്കെ കൂടി സ്ഥാപിതമായിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു അത്. അടുത്തത് കപൂർ കമ്മീഷൻ. കപൂർ കമ്മീഷൻ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ആ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്പിറസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്ന ഒരു കമ്മീഷനാണ് കപൂർ കമ്മീഷൻ. ഓക്കെ, അപ്പൊ ആ 4 കമ്മീഷനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് കുറിച്യ കലാപത്തിനെ പറ്റിയാണ്. കുറിച്യ കലാപത്തിന്റെ നേതാവാര്? കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, രാമൻ നമ്പിയാണ്. എന്നാണ് കുറിച്യ കലാപം നടന്നത്? 1812 വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. എന്താണ്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. അപ്പൊ മുദ്രാവാക്യം തന്നിട്ട് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള രീതിയിലും ചോദിക്കാം കേട്ടോ. പിന്നെ അതേപോലെ കുറിച്യരെ കൂടാതെ കുറുമ്പർ എന്ന വിഭാഗവും ഈ ഒരു കലാപം നയിച്ചിരുന്നു. ഇനി എന്നാണ് ഈ കുറിച്യ കലാപം അടിച്ചമർത്തിയത്? 1812 മെയ് 8 പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെച്ചേക്കാം. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഒരുപാട് തവണ PS റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ചട്ടമ്പി സ്വാമികളെയാണ് സർവവിദ്യാധിരാജ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ചട്ടമ്പി സ്വാമിയുടെ ശരിയായ പേരെന്താണ്? കുഞ്ഞൻ പിള്ള എന്നാണ്. ചട്ടമ്പി സ്വാമിയുടെ ശരിയായ പേര് കുഞ്ഞൻ പിള്ള എന്നാണ്. ഇനി അദ്ദേഹത്തിന്റെ കുട്ടിക്കാല നാമം എന്തായിരുന്നു? അത് അയ്യപ്പൻ എന്നാണ്. അയ്യപ്പൻ എന്നാണ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമിയുടെ ജനനം 1853 ഓഗസ്റ്റ് 25 എവിടെയാണ്? കണ്ണൻമൂല, തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ചട്ടമ്പി സ്വാമിയുടെ ശരിയായ പേര് കുഞ്ഞൻപിള്ള എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാല നാമം എന്തായിരുന്നു? അയ്യപ്പൻ എന്നായിരുന്നു. ജനനം 1853 ഓഗസ്റ്റ് 25 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ജനിച്ചത് തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ്. പിന്നെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വിശേഷണങ്ങൾ. അപ്പൊ ഏതൊക്കെ പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്? ശ്രീ ഭട്ടാകരൻ. എന്താണ്? ശ്രീ ഭട്ടാകരൻ. പിന്നെ ബാലഭട്ടാകരൻ, പരമഭട്ടാകരൻ. ഇപ്പൊ ശ്രീ ഭട്ടാകരൻ, ബാലഭട്ടാകരൻ, പരമഭട്ടാകരൻ. അതേപോലെ ഷൺമുഖദാസൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമിയാണ്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള വിദ്യാധിരാജൻ, സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമിയാണ്. അതേപോലെ അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കഷായം ധരിക്കാത്ത സന്യാസി. കഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. അതേപോലെ കഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. കഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ശ്രീ ഭട്ടാകരൻ, ബാലഭട്ടാകരൻ, പരമഭട്ടാകരൻ, ഷൺമുഖദാസൻ, വിദ്യാധിരാജൻ, കഷായം ധരിക്കാത്ത സന്യാസി, കഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? ഏത് പത്രമാണ് സാമൂഹ്യമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മിതവാദിയാണ്. ഓക്കെ, അപ്പൊ മിതവാദിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി ഓർത്തു വെച്ചേക്കാം. മിതവാദി പത്രം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മൂർക്കോത്തു കുമാരനാണ്. ആരാണ്? മൂർക്കോത്തു കുമാരനാണ് ഈ മിതവാദി പത്രം ആരംഭിച്ചത്. 1907 തലശ്ശേരിയിലാണ് മിതവാദി പത്രം ആരംഭിച്ചത്. അപ്പൊ എന്നാണ്? 1907 എവിടെയാണ്? തലശ്ശേരിയിലാണ്. 1913 ഈ പത്രത്തിന്റെ ഉടമസ്ഥത വിലയ്ക്ക് വാങ്ങി കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് സി കൃഷ്ണനാണ്. ആരാണ്? സി കൃഷ്ണനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് മിതവാദി പത്രം ആരംഭിച്ചത് മൂർക്കോത്ത് കുമാരനാണ്. 1907 ഇത് ആരംഭിച്ചത്. എവിടെയാണ്? തലശ്ശേരിയിലാണ് ആരംഭിച്ചത്. ദെൻ 1913 ഈ പത്രത്തിന്റെ ഉടമസ്ഥത വിലയ്ക്ക് വാങ്ങിയത് ആരാണ്? സി കൃഷ്ണനാണ്. അങ്ങനെ പിന്നീട് കോഴിക്കോട് നിന്നാണ്
ഇതിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇനി ഇതിനു ശേഷം അദ്ദേഹം മിതവാദി കൃഷ്ണൻ എന്നറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ സി കൃഷ്ണൻ ഈ ഒരു പത്രം വിലക്ക് വാങ്ങിയതിനു ശേഷം എന്താണ് മിതവാദി കൃഷ്ണൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മിതവാദി പത്രമാണ്. സാമൂഹ്യമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മിതവാദിയാണ്. അതേപോലെ തീയരുടെ ബൈബിൾ എന്താണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണ് മിതവാദിയാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അയ്യങ്കാളി. അപ്പൊ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്ക് പഠിച്ചു വെച്ചേക്കാം. ആദ്യത്തത്, ഇന്ത്യയിലെ ആദ്യ കർഷക പണിമുടക്ക് നടത്തിയത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യ കർഷക പണിമുടക്കിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വെങ്ങാനൂർ. പെരുങ്കാട്ടുവിള, വെങ്ങാനൂർ, തിരുവനന്തപുരം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ കർഷക പണിമുടക്ക് നടത്തിയത് അയ്യങ്കാളിയാണ്. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം പെരുങ്കാട്ടുവിളയാണ്, വെങ്ങാനൂർ, തിരുവനന്തപുരം. പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? വെങ്ങാനൂരിലാണ്. സോ വെങ്ങാനൂരില് പിന്നാക്ക ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ സ്ഥാപിക്കുകയുണ്ടായി. അത് ആരാണ് എന്ന് ചോദിക്കാം. ആരാ അത് സ്ഥാപിച്ചത്? അയ്യങ്കാളിയാണ് സ്ഥാപിച്ചത്. ഇനി ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി എന്താ വിശേഷിപ്പിച്ചത്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ. ഇനി അയ്യങ്കാളിയെ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് EK നയനാറാണ്. അപ്പൊ EK നയനാറാണ് അയ്യങ്കാളിയെ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ദിരാഗാന്ധി എന്താ വിശേഷിപ്പിച്ചത്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തി അതാരാണ്? അയ്യങ്കാളിയാണ്. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ്, അതേപോലെ തന്നെ അദ്ദേഹം തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ കർഷക പണിമുടക്ക് നടത്തിയെന്നും പറഞ്ഞു. അപ്പോൾ അയ്യങ്കാളിയെ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി നേതാവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത്. പുലയ രാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പുലയ രാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അതേപോലെ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നേതാവ് അതും ആരാണ്? അയ്യങ്കാളിയാണ്. 2024 നടന്ന ഒരുപാട് പരീക്ഷകളിൽ ഈ സാധുജന പരിപാലന സംഘത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഓർത്തു വെച്ചേക്കുക. 1912 എവിടെ വെച്ചിട്ടാണ്? ബാലരാമപുരത്ത് വെച്ചിട്ടാണ്. സോ അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ബാലരാമപുരത്ത് വെച്ചിട്ടാണ്, 1912. ഇനി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം എന്നാണ്? 1907. സോ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്, 1907. ഇനി സാധുജന പരിപാലന സംഘം എന്നുള്ളത് ഇപ്പൊ എന്താണ്? പുലയ മഹാസഭ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ സാധുജന പരിപാലന സംഘം എന്നുള്ളത് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയ വർഷം 1938 ആണ്. 1938. ഇനി അയ്യങ്കാളിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും വെങ്ങാനൂരാണ്. ചിത്രകൂടം, വെങ്ങാനൂർ ചിത്രകൂടത്താണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം ചോദിച്ചാൽ 2010 ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2017 നടന്ന ഒരു പരീക്ഷയിലാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഒന്ന് ഓർത്തു വെച്ചേക്കുക, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2010. ഇനി കേരള പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷന്റെ ആസ്ഥാനം അറിയപ്പെടുന്നത് എന്താണ്? അയ്യങ്കാളി ഭവൻ എന്നാണ്. അയ്യങ്കാളി ഭവൻ എന്നാണ് കേരള പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷന്റെ ആസ്ഥാനം അറിയപ്പെടുന്നത്. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? അത് ഗാന്ധിജിയാണ്. മുമ്പ് നമ്മൾ പറഞ്ഞു ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഗാന്ധിജി വിശേഷിപ്പിച്ചത് പുലയരുടെ രാജാവ് എന്നാണ്. അയ്യങ്കാളി ഗാന്ധിജിയെ സന്ദർശിച്ച വർഷം, അയ്യങ്കാളി ഗാന്ധിജി സന്ദർശനം നടത്തിയ വർഷം 1937 ആണ്. 1937. ഇനി സാധുജന പരിപാലന സംഘത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. അയ്യങ്കാളി സ്ഥാപിച്ചതാണ്, പുലയ മഹാസഭ എന്നൊക്കെയാണ് ഇപ്പൊ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു അല്ലെ. ഇതിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലനി. സാധുജന പരിപാലനി എന്നതാണ് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം. അതേപോലെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ ആരാണെന്ന് ചോദിച്ചാൽ അതും അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ അയ്യങ്കാളിയാണ്.
ഇനി അയ്യങ്കാളി എന്നാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായതെന്ന് ചോദിച്ചാൽ 1911 1911 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. സോ വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. എന്നാണ്? 1893 1893 കല്ലുമാല സമരം നടത്തിയതും ആരാണ്? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നടന്നത് എവിടെയെന്ന് ചോദിക്കാം. പെരിനാട്, കൊല്ലത്തെ പെരിനാട്ടിലാണ് കല്ലുമാല സമരം നടന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അയ്യങ്കാളിനെ പറ്റി ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. സോ അപ്പം ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാം തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തത്തിൽ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഹിസ്റ്ററി റിലേറ്റഡ് ഉണ്ടായിരുന്നത് മുഴുവനും, അതായത് കേരള പ്ലസ് ഇന്ത്യ ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിട്ട്. സോ 10 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് തന്നെ പഠിക്കുക, അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്കത് ഉപകാരപ്പെടും. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്